നന്നായി മുരിഞ്ഞ പൊറോട്ടയും നല്ല സ്പൈസി ബീഫ് ഫ്രൈയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഓരോ കഷണം ചവയ്ക്കുമ്പോഴും അതിലെ മൈദയെ ലഘുവായ പഞ്ചസാരയായി മാറ്റാൻ ഉമിനീർ സഹായിക്കുന്നു. എന്നാൽ ബീഫിന്റെ കാര്യം അങ്ങനെയല്ല. ഇതിൽ പ്രോട്ടീനും കൊഴുപ്പും കൂടുതലായതുകൊണ്ട് പല്ലുകൾക്കത് അരച്ചെടുക്കാൻ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. നിങ്ങൾ ഭക്ഷണം ഇറക്കുമ്പോൾ ഇത് നേരെ ആമാശയത്തിലെ ആസിഡിലേക്ക് എത്തുന്നു. ഇവിടെ വച്ച് പൊറോട്ട പെട്ടെന്നൊരു പശ പോലെയായി മാറുമെങ്കിലും ബീഫ് ദഹിക്കാൻ മണിക്കൂറുകളോളം അവിടെ തന്നെ കടക്കും. അവിടുത്തെ എൻസൈമുകൾ ബീഫിലെ കഠിനമായ പ്രോട്ടീൻ ചെയിനുകളെ സാവധാനം അഴിച്ചെടുക്കുന്നു. അടുത്തതായി ഇത് ചെറുകുടലിലേക്ക് എത്തുന്നു. ബീഫിലെ കഠിനമായ കൊഴുപ്പിനെ അലിയിക്കാൻ ഈ സമയത്ത് പിത്തരസം അഥവാ ബൈൽ പുറപ്പെടുവിക്കുന്നു. പൊറോട്ടയിൽ ഫൈബർ തീരെ കുറവായതുകൊണ്ട് ഇത് ദഹന വ്യവസ്ഥയിലൂടെ വളരെ പതുക്കെ മാത്രമേ നീങ്ങുകയുള്ളൂ. ഈ വലിയ ആഹാരത്തെ ദഹിപ്പിക്കാൻ ശരീരം കൂടുതൽ രക്തം വയറ്റിലേക്ക് തിരിച്ചുവിടുന്നു. തലച്ചോറിലേക്കും മറ്റുമുള്ള രക്തയോട്ടം ഈ സമയം കുറയുന്നതുകൊണ്ടാണ് പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം വരുന്നത്. അവസാനം ഇതിലെ പോഷകങ്ങൾ ശരീരം ആഗിരണം ചെയ്യുകയും ബാക്കിയുള്ളത് പുറന്തള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൊറോട്ടയും ബീഫും കഴിച്ചാൽ കുറേ നേരത്തേക്ക് വിശപ്പ് അനുഭവപ്പെടാത്തത്.